സമഗ്രമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് വിവാദ നായകനാവുക എന്നത് ട്രംപിന്റെ ഒരു രീതിയാണ്. ഇപ്പോൾ ഇതാ പുതിയ രാജ്യങ്ങളോട് തീർത്താ തീരാത്ത പ്രതികാരവും പകയുമായിട്ടാണ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. അമേരിക്കയെ നന്നാക്കാൻ വേണ്ടി പുള്ളി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ തന്നെ സർപ്പമായിട്ട് തിരിഞ്ഞു കൊത്താതിരുന്നാൽ മതി എന്നാണ് പറയാനുള്ളത്. എന്താണ് അമേരിക്കയുടെ പുതിയ നയമെന്നല്ലേ ഞാൻ പറയാം. അതിനു മുൻപ് നിങ്ങൾക്ക് ട്രംപിനെ ഇഷ്ടമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായി രേഖപ്പെടുത്തണേ. 12 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് സമ്പൂർണ്ണ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ്. യാത്രാവിലക്ക് ഏർപ്പെടുത്തിയ ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച ഒപ്പിട്ട് കഴിഞ്ഞു. ഇന്ത്യയുടെ അയൽരാജ്യമായ മ്യാൻമറിലെ പൗരന്മാർക്കും അമേരിക്കയിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഭീകരവാദ ബന്ധം, അമേരിക്കൻ ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റുമായിട്ടുള്ള സഹകരണത്തിന്റെ അഭാവം, മറ്റു നടപടികളുടെ അപര്യാപ്തത എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെന്നാണ് വൈറ്റ് ഹൗസ് അറിയിക്കുന്നത്. ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൻ ഗിനിയ, എറിത്രിയ, ഹെയ്ത്തി, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ 12 രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് സമ്പൂർണ്ണ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ രാജ്യങ്ങളൊക്കെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് താനും. ബുറുണ്ടി, ക്യൂബ, ലാവോസ്, സിയറ ലിയോൺ, ടോഗോ, തുർക്കമെനിസ്ഥാൻ, വെനിസ്വേല എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് പ്രവേശിക്കാൻ ഭാഗിക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. B1, B2, B1/B2, FMJ എന്നീ വിസകളായിരിക്കും 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് നിഷേധിക്കുക. അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തിലെ താലിബാൻ നിയന്ത്രണം, ഇറാൻ, ക്യൂബ എന്നീ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്കുള്ള ഭീകരരുടെ പിന്തുണ, ബൈഡൻ ഭരണകാലത്ത് ഹെയ്തിയിലേക്കുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ കടന്നുകയറ്റം എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടിയെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചു. അതേസമയം യാത്രാവിലക്ക് നടപടി അമേരിക്കൻ സുപ്രീം കോടതി ശരിവെച്ചതാണെന്ന് ട്രംപും പറഞ്ഞു. ചിലർ ഇതിനെ ട്രംപിന്റെ യാത്രാവിലക്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. സുപ്രീം കോടതി ഭീകരരെന്ന് ശരിവെച്ചവരെ നമ്മുടെ രാജ്യത്തേക്ക് കടക്കുന്നത് തടയുമെന്നാണ് ട്രംപ് പറയുന്നത്. യാത്രാ നിരോധനം സംബന്ധിച്ച തീരുമാനങ്ങൾ പൂർണ്ണമായും പ്രസിഡന്റിന്റെ അധികാര പരിധിക്കുള്ളതാണെന്ന് അമേരിക്കൻ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിന് കൂടുതൽ ശക്തി വരുന്നത്. വിദേശികൾക്ക് യാത്രാവിലക്ക് പ്രഖ്യാപിക്കുന്നത് ഇതാദ്യമായിട്ടല്ല ട്രംപ്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്തിലും ഇത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ നടപടി. ചില രാജ്യങ്ങളിലെ പൗരന്മാരെ നിരോധിക്കുന്നത് മുതൽ US മെക്സിക്കോ അതിർത്തിയിൽ മതിൽ പണിയുന്നത് വരെ ട്രംപിന്റെ പ്രവർത്തനങ്ങൾ വിദേശികൾ അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഭയം സൃഷ്ടിച്ചുകൊണ്ടുള്ളതാണ്. ട്രംപ് പലപ്പോഴും തന്റെ കുടിയേറ്റ നയങ്ങളെ ദേശീയ സുരക്ഷയുടെ വിഷയമായിട്ട് ന്യായീകരിക്കുകയാണ് പതിവ്. ചില രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളും അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നാണ് ട്രംപ് പറയാറുള്ളത്. ഭീകരതയുടെയും കുറ്റകൃത്യങ്ങളുടെയും സാമൂഹിക അസ്ഥിരതയുടെയും ഉറവിടങ്ങളാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. യാത്രാ നിരോധനം എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ 2017 എക്സിക്യൂട്ടീവ് ഉത്തരവ് തുടക്കത്തിൽ 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെയാണ് വിലക്കിയിരുന്നത്. ഈ രാജ്യങ്ങൾ ശരിയായ രേഖകളും പരിശോധനയും നൽകുന്നതിൽ പരാജയപ്പെട്ടുവെന്നും അതുവഴി US സുരക്ഷയ്ക്ക് അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്നുവെന്നും അദ്ദേഹം വാദിച്ചു. എന്നിരുന്നാലും ഈ ഭയത്തെ പിന്തുണയ്ക്കുന്ന വസ്തുതാപരമായ തെളിവുകൾ വളരെ കുറവാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. US മണ്ണിൽ നടന്ന പ്രധാന ഭീകരാക്രമണങ്ങളിൽ ഉൾപ്പെട്ട ആക്രമണങ്ങളിൽ ആരും തന്നെ ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരല്ല എന്നതാണ് ഇവിടെ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിരോധനമൊന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് മോശം രൂപകൽപ്പനയും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് ഉറപ്പിച്ചു പറയാവുന്നതാണ്. ട്രംപിന്റെ കുടിയേറ്റ ഭീതിയും തന്റെ പ്രധാന വോട്ടർ അടിത്തറയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം തന്നെയാണ്. അനധികൃത കുടിയേറ്റക്കാർ, വിദേശ കുറ്റവാളികൾ, അധിനിവേശക്കാർ എന്നിവരാൽ ഭീഷണിപ്പെട്ട അമേരിക്കയുടെ ഒരു പ്രതിച്ഛായ അദ്ദേഹം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. തെക്കൻ അതിർത്തിയിലെ മതിൽ അമേരിക്കയെ സംരക്ഷിക്കുമെന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനത്തിന്റെ പ്രതീകമായിട്ടാണ് മാറുന്നത്. സാമ്പത്തികമായും സാംസ്കാരികവുമായി കുടിയിറക്കപ്പെട്ടതായി തോന്നിയ വെള്ളക്കാരായ തൊഴിലാളി വർഗ അമേരിക്കക്കാരെ ഈ സന്ദേശം ശക്തമായിട്ട് ആകർഷിച്ചിട്ടുണ്ട്. കുടിയേറ്റക്കാരെ തൊഴിൽ മോഷ്ടാക്കൾ, കുറ്റവാളികൾ അല്ലെങ്കിൽ തീവ്രവാദികൾ എന്നിങ്ങനെ ചിത്രീകരിച്ചുകൊണ്ട് ട്രംപ് വലിയ ഉത്കണ്ഠ തന്നെ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. വോട്ടുകൾ നേടാനും തന്റെ അധികാരം ഊട്ടിയുറപ്പിക്കാനും അദ്ദേഹം ആ ഭയം വിദഗ്ധമായി ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. ആഗോളവൽക്കരണത്താൽ അവഗണിക്കപ്പെട്ടു എന്ന് തോന്നിയ നിരവധി അമേരിക്കക്കാരെ ഈ പ്രവൃത്തി വല്ലാതെ സ്വാധീനിച്ചു എന്നതാണ് വാസ്തവം. ട്രംപിന്റെ കുടിയേറ്റ നിലപാടിന് പിന്നിലെ അടിസ്ഥാനം സാംസ്കാരികവും വംശീയവുമായ ഭയങ്ങൾ തന്നെയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളെ വിശേഷിപ്പിക്കാൻ ഷിറ്റ്ഹോൾ രാജ്യങ്ങൾ പോലുള്ള പദങ്ങളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ലാറ്റിനോകളെ ഗുണ്ടാ സംഘങ്ങളുമായും മയക്കുമരുന്നുകളുമായും ബന്ധിപ്പിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ജനങ്ങളെ അപമാനിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. അത്തരം ഭാഷാ പ്രയോഗങ്ങൾ യൂറോപ്യൻ പശ്ചാത്തലങ്ങളില്ലാത്ത ആളുകളോടുള്ള അവജ്ഞയും വംശീയ വിദ്വേഷവും വളർത്താനാണ് സഹായിച്ചത്.
ഭരണകൂടം നിയമപരമായ കുടിയേറ്റം കുറച്ചു, അഭയാർത്ഥി പ്രവേശനം വെട്ടിക്കുറച്ചു, സ്വപ്നജീവികൾക്ക്, അതായത് പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്ക സ്വപ്നം കണ്ട് കുടിയേറിയവർക്ക് നൽകുന്ന സംരക്ഷണവും അവസാനിപ്പിച്ചു. ഈ നടപടികൾ യാഥാസ്ഥിതികരായ വെള്ളക്കാരുടേത് മാത്രമാണ് അമേരിക്ക എന്ന ബോധ്യത്തിലേക്ക് കാര്യങ്ങളെ നയിക്കുകയാണ് ചെയ്തത്. ചരിത്രപരമായി അമേരിക്ക പിന്തുടർന്നു പോന്ന വൈവിധ്യത്തെ ഇല്ലാതാക്കുന്ന നയം കൂടിയായിരുന്നു ഇത്. വിദേശ സ്വാധീനത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ ഭയം വിശാലമായ ഒരു ലോക വീക്ഷണത്തിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. അമേരിക്ക അതിന്റെ അതിർത്തികൾ, സമ്പദ് വ്യവസ്ഥ, സംസ്കാരം എന്നിവയുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നതായി അദ്ദേഹം പലപ്പോഴും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ആഗോളവൽക്കരണം, അന്താരാഷ്ട്ര വ്യാപാരം, ബഹുസാംസ്കാരികത എന്നിവയെ ശക്തികളായല്ല, മറിച്ച് ദേശീയ സ്വത്വത്തിനുള്ള ഭീഷണികളായിട്ടാണ് അദ്ദേഹം വീക്ഷിച്ചത് എന്നാണ് പറയാനുള്ളത്. പുറത്തു നിന്നുള്ളവർക്ക് വാതിലുകൾ അടച്ചുകൊണ്ട് ട്രംപ് നിയന്ത്രണം വീണ്ടും ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമീപനം ചിലരെ സന്തോഷിപ്പിക്കുന്നുണ്ട്, പക്ഷേ മറ്റുള്ളവരെ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കുടിയേറ്റ സമൂഹങ്ങളെയും ആഗോള സഖ്യകക്ഷികളെയും അവർ യുഎസിന്റെ പിന്തള്ളുന്നവരാണ് എന്നാണ് ലോകം കണ്ടത്. ജനാധിപത്യത്തിലൂടെ അധികാരത്തിലേറി ഏകാധിപത്യ സ്വഭാവം പിന്തുടരുന്ന ട്രംപ് ഇത്തരം നടപടികളിലൂടെ അമേരിക്കയെ വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതിൽ ആദ്യത്തെ പ്രശ്നം നിയമപരവും അതുപോലെ ഭരണഘടനാപരവുമായ പ്രത്യാഘാതങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് പറയാം. സമത്വം എന്ന ആശയത്തിന് മേലുള്ള ലംഘനമാണ് ആദ്യത്തേത്. ദേശീയതയോ മതത്തെയോ അടിസ്ഥാനമാക്കിയുള്ള നിരോധനങ്ങൾ 14-ാം ഭേദഗതി പ്രകാരം US ഭരണഘടനയുടെ തുല്യ സംരക്ഷണ വ്യവസ്ഥ ലംഘിക്കാൻ സാധ്യതയുണ്ട്. ഒരു നിയമം നിർദ്ദിഷ്ട മതപരമോ വംശീയമോ ആയ വിഭാഗങ്ങളെ അനുപാതമില്ലാതെ ലക്ഷ്യമിടുന്നതായി കാണപ്പെട്ടാൽ അത് വിവേചനപരമായി തന്നെ കാണാവുന്നതാണ്. അന്താരാഷ്ട്ര നിയമ ആശങ്കകളാണ് അടുത്തത്. അത്തരമൊരു നിയമം 1951 അഭയാർത്ഥി കൺവെൻഷൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ബാധ്യതകളെ ലംഘിച്ചേക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും അത് ദേശീയതയെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള ഒരു അഭയ പ്രവേശനം നിയന്ത്രിക്കുകയാണെങ്കിൽ. അടുത്തത് മുൻവിധികളാണ്. കോടതികൾ മുൻപ് ട്രംപ് ഭരണകൂടത്തിന്റെ യാത്രാവിലക്കുകളെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരുന്നു. അതിന്റെ ഫലമായി നിരവധി പരിഷ്കാരങ്ങളും അമേരിക്കയിലുണ്ടായി. കൂടുതൽ ഇടുങ്ങിയതും ദേശീയ സുരക്ഷയിലൂടെ ന്യായീകരിക്കപ്പെട്ടതുമായിരുന്നു ചില കേസുകൾ. ഏതൊരു പുതിയ നിരോധനവും സമാനമായ നിയമപരിശോധന നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഐഡന്റിറ്റികൾ പരിശോധിക്കുന്നതിൽ പരാജയപ്പെടുന്നതോ US പരിശോധനയുമായി സഹകരിക്കുന്നതിൽ പരാജയപ്പെടുന്നതോ ആയ സംസ്ഥാനങ്ങൾ അതിന് നിയമപരമായ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും സുതാര്യമായ യുക്തിയില്ലാത്ത നിരോധനങ്ങളെ ദേശീയ വിദ്വേഷമോ രാഷ്ട്രീയ പ്രേരിതമോ ആയി കണക്കാക്കാവുന്നതാണ്. ഇതിന്റെ കൊളാട്രൽ നാശനഷ്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത്തരം നിരോധനങ്ങൾ പലപ്പോഴും ഇരട്ട പൗരന്മാർ, വിദ്യാർത്ഥികൾ, പൗരന്മാരുടെ കുടുംബാംഗങ്ങൾ, USൽ നിയമപരമായ സാന്നിധ്യത്തിന്റെ ദീർഘകാല ചരിത്രമുള്ള ആളുകൾ എന്നിവരെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഇത് മനുഷ്യാവകാശങ്ങളും നീതിയെ സംബന്ധിച്ച പ്രശ്നങ്ങളാണ് ഉയർത്തുന്നത്. നയതന്ത്ര വിദേശ നയങ്ങളിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ വിലക്കുന്നത് നയതന്ത്രപരമായ പ്രത്യാഘാതങ്ങൾ, പ്രതികാര നിയന്ത്രണങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം. അല്ലെങ്കിൽ സുരക്ഷ, വ്യാപാരം അല്ലെങ്കിൽ ആഗോള ആരോഗ്യം എന്നിവയുടെ സഹകരണത്തെ ദുർബലപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. സോഫ്റ്റ് പവർ നഷ്ടമാണ് അടുത്തത്. US ചരിത്രപരമായി സ്വാതന്ത്ര്യത്തിന്റെയും അവസരത്തിന്റെയും ഒരു ദീപസ്തംഭമായി സ്വയം സ്ഥാപിച്ച രാഷ്ട്രമാണ്. അത്തരം വിലക്കുകൾ അതിന്റെ ആഗോള പ്രതിച്ഛായയും വിശ്വാസ്യതയും നശിപ്പിച്ചേക്കാനുള്ള പ്രത്യേകിച്ച് വിവേചനപരമോ ഏകപക്ഷീയമായിട്ട് കണക്കാക്കപ്പെടുമ്പോൾ. സാമ്പത്തികവും വിദ്യാഭ്യാസപരമായുള്ള ആഘാതമാണ് അടുത്തത്. വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ നൈപുണ്യമുള്ള തൊഴിലാളികളുടെയും കുടിയേറ്റമാണ് അമേരിക്കയെ ഇത്ര ആക്കിയത്. പല ബാധിത രാജ്യങ്ങളും വിദ്യാർത്ഥികളെയും നൈപുണ്യമുള്ള പ്രൊഫഷണലുകളെയും USലേക്ക് അയക്കാനുള്ള സാധ്യതയുണ്ട്. നിയന്ത്രണങ്ങൾ ആഗോള പ്രതിഭകളെ ആശ്രയിക്കുന്ന സർവകലാശാലകൾ, ഗവേഷണ സ്ഥാപനങ്ങൾ, വ്യവസായങ്ങൾ എന്നിവയെ ദോഷകരമായി ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി അടുത്തത് ടൂറിസവും നിക്ഷേപ അവസരവും തന്നെയാണ്. പൊതു നിരോധനങ്ങൾ ടൂറിസം വരുമാനം കുറയ്ക്കുകയും നിരോധിത പ്രദേശങ്ങളിൽ നിന്നുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തെ തടയുകയും ചെയ്യും. അടുത്തത് സാമൂഹികവും ധാർമ്മികവുമായുള്ള ആശങ്കകളാണ്. ഇസ്ലാമോഫോബിയോ അല്ലെങ്കിൽ സെനോഫോബിയോ വർദ്ധിപ്പിക്കലാണ് ഇവിടെ അമേരിക്ക ചെയ്യുന്നത്. നിരോധിത രാജ്യങ്ങൾ പ്രധാനമായും മുസ്ലിങ്ങളോ ആഗോള ദക്ഷിണേഷ്യയിൽ നിന്നുള്ളവരാണെങ്കിൽ നിയമം മുഴുവൻ ജനവിഭാഗങ്ങൾക്കും എതിരായ പക്ഷാപാതം, വിവേചനം അല്ലെങ്കിൽ ഭയം വളർത്തൽ എന്നിവ നിയമവിധേയമാക്കുന്നുവെന്ന് വിമർശകർ വാദിച്ചേക്കാം. അഭയാർത്ഥികളിലും അതുപോലെ മാനസിക സംരക്ഷണത്തിലുമുള്ള വലിയ ആഘാതം ഉണ്ടാകും. സംഘർഷ മേഖലയിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് സുരക്ഷയിലേക്കുള്ള സുപ്രധാന വഴികൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് ധാർമ്മികവുമായ പ്രതിസന്ധികൾ ഉയർത്തുന്നുണ്ട്. 12 രാജ്യങ്ങളിൽ നിന്നുള്ള USലേക്കുള്ള പ്രവേശനം നിരോധിക്കുന്ന ഒരു നിയമം നിയമപരമായി വിവാദപരവും നയതന്ത്രപരമായി അപകടകരവും സാമ്പത്തികവുമായി വലിയ ദോഷമുള്ളതും സാമൂഹികമായി ഭിന്നിപ്പിക്കുന്നതുമായിരിക്കും. അത് ഇടുങ്ങിയ രീതിയിൽ രൂപകൽപ്പന ചെയ്തതും സുതാര്യമായി ന്യായീകരിക്കുന്നതും ശക്തമായ മേൽനോട്ടത്തിനും ഇളവുകൾക്കും വിധേയമായില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാകും. ചരിത്രം സൂചിപ്പിക്കുന്നത് ഇത്തരം നയങ്ങൾ നടപ്പിലാക്കുന്നതോടെ അമേരിക്ക വീണ്ടും ഒറ്റപ്പെടും എന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.